ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഞങ്ങളുടെ കുഞ്ഞൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആട്ടോ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞൂസ്. അവൻ ജനിച്ചിട്ട് ഒരു വർഷമൊക്കെ എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോയത്. ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ആ കുഞ്ഞായിട്ട് കിട്ടിയതായിട്ട് ഓർമ്മയുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാണ്ടേക്ക് എൻ്റെ അനിയത്തി ആട്ടോ അത് ഏറ്റെടുത്തത്. ഡെക്കറേഷൻ ചെയ്യാണ്ടേക്ക് അവളപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കിടന്ന് കുഞ്ഞൂസ് കിടന്ന് കുർത്തിക്കിടക്ക് ഒപ്പിക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടും ഭയങ്കര കൂട്ടായത് കൊണ്ട് അവിടെ കളിയിലും ചിരിയിലേക്ക് നോക്കട്ടെ. അടുത്ത് ഞാനുണ്ടായിരുന്നു കേട്ടോ. ഞാനും കൂടി സഹായിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. ചേട്ടൻ പിന്നെ ബിരിയാണിൻ്റെ ഇതൊക്കെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ആളെ കാണാത്തത്. പിന്നെ അമ്മച്ചിയൊക്കെ ബിരിയാണി കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ കൊണ്ട് ചോറ് വെക്കേണ്ടെങ്കിൽ കിച്ചണിലായിരുന്നു കേട്ടോ. ഞങ്ങൾ റൂമിലായിരുന്നു, ഈ ബലൂൺ വിരിപ്പിക്കുക അതിലൊക്കെ ആയിരുന്നേ. ഞങ്ങൾ വീട്ടിൽ തന്നെ ആട്ടോ ബിരിയാണി വെച്ചത്. ഷാജിക്ക് ആട്ടോ വെക്കാൻ വന്നത്. ഞങ്ങൾക്ക് ഷാജിക്കനെ ഒത്തിരി നാളത്തെ പരിചയമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനും പിന്നെ കൊച്ചിൻ്റെ ബൗത്തിസിനൊക്കെ ഞങ്ങൾ ഷാജിക്കനെ വിളിച്ച് വരുത്തിയാണ് ചെയ്യിച്ചത് കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണിയാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ ഞങ്ങൾ ഓർത്ത് ഹെൽപ്പറൊക്കെ ഉണ്ടാവുമെന്നാണ് കരുത്. പക്ഷേ ഷാജിക്ക ഒറ്റയ്ക്കായിട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഫുൾ ടൈം ഷാജിക്കയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നേ. എന്തെങ്കിലുമൊക്കെ ആവശ്യം വേണ്ടി വന്ന സഹായത്തിന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആരെയൊക്കെ വേണ്ടേ. അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു, വല്യപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെക്കറേഷൻ ഞാൻ എൻ്റെ അനിയത്തിയും കൂടി ചെയ്ത് കേട്ടോ. ഒരുവിധം എല്ലാം പൂർത്തിയാക്കി. ഇതിപ്പോൾ അവസാനം ഘട്ടമായിട്ടാണ്. എന്നുവെച്ചാൽ ബിരിയാണി നമ്മൾ ഡം ചെയ്യൂലേ, അത് ചെയ്യാൻ തിരക്കിലാട്ടോ. അതേ വല്യപ്പച്ച് ഹെൽപ്പ് ചെയ്യാൻ ഇരിപ്പുണ്ട്. അടുത്തന്നെ ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന് കശുവണ്ടിയും കിസ്മത്ത് കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ ഡെക്കറേഷൻ ഐറ്റംസ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഡമ്മോട് ചെയ്ത് കഴിഞ്ഞാൽ ആവി കയറ്റി സെറ്റാക്കി കഴിഞ്ഞാൽ ബിരിയാണിൻ്റെ കറി ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും കറിയെല്ലാം അമ്മച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ കേക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നായിട്ട് ഓർഡർ ചെയ്തത്. കേക്ക് ക്രഷ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. കിക്കാറ്റ് കേക്കും പിന്നെ പീസ് കേക്ക്, ലോളിപോപ്പ്, കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെ സ്റ്റാൻഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ ഡെലിവറി ആയിട്ടാണ് അവർ ചെയ്ത് തന്നത്. നല്ല കേക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിക്കുള്ള കേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. കേക്കും കൊള്ളായിരുന്നു, ബിരിയാണിയും കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഷാജിക്ക ഉണ്ടാക്കുന്ന ബിരിയാണി ഒരു രക്ഷയുണ്ടാവില്ലല്ലോ, സൂപ്പറാണല്ലോ. അവസാനം കേട്ടോട്ടെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കണ്ടായിരുന്നു തീരാറായ എന്നൊക്കെ. ഷാജിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഇത്ര സമയമൊക്കെ പിടിക്കുമല്ലോ. അത് സെറ്റാക്കിയൊക്കെ വരണ്ടേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആ സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനിയത്തേക്ക് പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതുപോലെ ഞങ്ങളുടെ കുഞ്ഞൂസിനെ ഞങ്ങൾ റെഡിയാക്കിയൊക്കെ ചെയ്തു കേട്ടോ. അവൻ്റെ ദിവസമല്ല, അവൻ തിളങ്ങി നിൽക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ അവനെ റെഡിയാക്കിയൊക്കെ നിർത്തി കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഞങ്ങളുടെ കേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കേക്ക് സെറ്റ് ചെയ്ത് വെച്ച് ഫുഡൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബിരിയാണിൻ്റെ അവസാനം ഘട്ടമായിട്ടാണ്. ഇനി ഇതിപ്പോൾ ഡം ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. വല്യപ്പിച്ചുണ്ടായിരുന്നു, ആരും ഉണ്ടായില്ല ഹെൽപ്പിന്. വല്യപ്പിച്ചും ചേട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മനോഹരമായ ഘട്ടം അങ്ങ് എത്തിയിട്ടുണ്ടേ. അവന് ഒത്തിരി സന്തോഷത്തിലാട്ടോ. കാരണം എല്ലാവരും മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്കും എല്ലാം കണ്ടിട്ട് അവന് ഭയങ്കര സന്തോഷമായിട്ട് അവൻ കുറേ ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത്. ഇപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷകരമായ നിമിഷത്തിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞൂസിൻ്റെ ആയിട്ട് തന്നെ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആട്ടോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.